ദേവിമാരെ നമ്മൾ വളരെ ബഹുമാനത്തോടെ അമ്മയെന്നും ശക്തിയെന്നും വിളിക്കാറുണ്ട്. ഈ രണ്ട് വാക്കുകളുടെ ആന്തരികമായ അർത്ഥം എന്താണ്? ഈ വാക്കുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അഷ്ടഭുജാധാരി ദേവികൾ എന്നാൽ ആത്മാവിൻ്റെ 8 ശക്തികൾ എന്നാണ് അർത്ഥം. ഈ 8 ശക്തികളിൽ ധാരാളം അതിപ്രധാനമായ ശക്തികൾ ഉൾപ്പെടുന്നുണ്ട്. നേരിടാനുള്ള ശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി, സാക്ഷിയായി കാണാനുള്ള ശക്തി, തീരുമാനമെടുക്കാനുള്ള ശക്തി, സഹകരണം നൽകാനുള്ള ശക്തി, അങ്ങനെ ധാരാളം ശക്തികൾ നമ്മളിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിൽ ചില ശക്തികൾ കൂടുതലായും ചില ശക്തികൾ വളരെ കുറവായും കണ്ടുവരുന്നു. ചില ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുമില്ല. അതുമാത്രമല്ല, ചില ശക്തികളെക്കുറിച്ച് എനിക്ക് ശക്തി തീരെയില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. മാത്രമല്ല, നമ്മൾ അങ്ങനെ വിശ്വസിക്കാനും തുടങ്ങി. എനിക്ക് ശക്തി തീരെയില്ല, എനിക്ക് ഇവരുമായി സഹകരിക്കാൻ പറ്റില്ല, ഈ വ്യക്തിയുമായി എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ശക്തിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ ശക്തി നമ്മുടെ ഉള്ളിൽ കുറയാൻ തുടങ്ങുകയാണ് ചെയ്യുക. നമുക്കത് മനസ്സിലാവില്ല. ജീവിതം അങ്ങനെ തുടർന്ന് പോകുന്നുണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ശക്തി എന്നാൽ അമ്മയാണ്. ശക്തികൾ നമ്മളെ പരിപോഷിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉന്നതിക്ക് സഹായിക്കുന്ന ശക്തികളെ നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ അഥവാ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ആത്മാവിനു ലഭിക്കേണ്ട പോഷകങ്ങളാണ് ഇല്ലാതായി മാറുന്നത്. ആത്മാവിനെ പരിപാലിക്കേണ്ട ആ ശക്തി പൂർണ്ണമായും ഇല്ലാതാകുന്നു. ആത്മാവിനെ ശക്തമാക്കേണ്ട ശക്തികൾ സമാപ്തമാകുന്നു. എൻ്റെ പക്കൽ ഈ കാര്യം ചെയ്യാനുള്ള ശക്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ സ്വന്തം പരിപോഷണമാണ് ഇതിലൂടെ ഇല്ലാതാക്കി മാറ്റുന്നത്. എന്തെന്നാൽ അമ്മയാണ് മക്കൾക്ക് പരിപാലനം നൽകുന്നത്. അമ്മയില്ലാത്ത കുട്ടികൾക്ക് പരിപാലനമോ സ്നേഹമോ വളരാൻ ആവശ്യമുള്ള പോഷകങ്ങളോ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ശക്തികൾ നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്നത്. ശക്തി എന്നാൽ നമ്മൾ പൂജ ചെയ്യുന്ന ദേവി എന്ന് മാത്രമല്ല അർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള ഓരോ ശക്തികളും നമ്മുടെ അമ്മയെ പോലെയാണ്, അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ മനസ്സിനോട് ഒരിക്കലും എനിക്ക് അമ്മയില്ല എന്ന് പറയാൻ പാടില്ല. ശക്തികളെ നമ്മൾ ഉള്ളിൽ പ്രത്യക്ഷമാക്കണം. എന്നിട്ട് അവയെ നമ്മളെ പരിപോഷിപ്പിക്കാനായി ഉപയോഗിക്കണം. ശക്തികൾ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം പ്രകടമാകുന്നുവോ അത് നമ്മളെ മാത്രമല്ല പരിപോഷിപ്പിക്കുക. നമ്മളിലൂടെ ആ ശക്തികൾ നമുക്ക് ചുറ്റുമുള്ളവരുടെയും പരിപാലനകൾ ചെയ്യുന്നു. അതിനാലാണ് ശക്തികളെ അമ്മ എന്ന് പറയുന്നത്. അമ്മ എല്ലാവരെയും പരിപാലിക്കുന്നവളാണ്. എന്നാൽ ഏറ്റവും ആദ്യം ആ ശക്തി നമുക്കാണ് പരിപാലനം നൽകുക. നമ്മൾ സ്വയം ഉൾവലിയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഏതൊരു സിറ്റുവേഷനെയും നേരിടുന്നതിന് മുൻപ് ആദ്യം ഒന്ന് സ്വയം ഉൾവലിയുക. ആ സാഹചര്യത്തിൻ്റെ എഫക്റ്റ് നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ആമയെപ്പോലെ തൻ്റെ തോടിനുള്ളിലേക്ക് ഉൾവലി ചെയ്യാനുള്ള ശക്തി ലഭിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെ വിട്ടുകളയാനുള്ള ശക്തി നമ്മളിലേക്ക് വന്നെത്തുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, ആളുകളുടെ പെരുമാറ്റങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതെന്നിവ മനസ്സിൽ നിന്നും ഇല്ലാതാകുന്നു. ഐ ലെറ്റ് ഗോ. കുറ്റബോധങ്ങൾ, അവനവനോടുള്ള ദേഷ്യം, ഇതൊന്നും ഇനി നമ്മൾ പിടിച്ചു വയ്ക്കുന്നില്ല. ഇവയെല്ലാം നമ്മൾ വിട്ടുകളയുന്നു. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ സഹിക്കുക എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായി മാറുന്നു. ഒന്നും സഹിക്കേണ്ടി വരുന്നില്ല. സഹനം സ്വാഭാവികമാകുന്നു. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് സഹിക്കുന്നത് എന്നതിനെപ്പറ്റി എണ്ണി പറയാറുണ്ട്. ഇവരെ സഹിക്കണം, അവരെ സഹിക്കണം. സംഭവങ്ങളെ വിട്ടുകളയുമ്പോൾ നമ്മൾ അവരുടെ എനർജികളിൽ നിന്നും സ്വയം സുരക്ഷിതരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹനം സ്വാഭാവികമായി മാറുന്നു. ഇപ്പോൾ നമ്മളിലേക്ക് 3 ശക്തികൾ വന്നു കഴിഞ്ഞു. പവർ ടു വിഡ്രോ, പവർ ടു ലെറ്റ് ഗോ ആൻഡ് പവർ ടു ടോളറേറ്റ്. ഇനി 4ാമതായുള്ള ശക്തി താനെ നമ്മളിൽ പ്രകടമാകാൻ തുടങ്ങും. അതാണ് അംഗീകരിക്കാനുള്ള ശക്തി, അഥവാ പവർ ടു അക്സെപ്റ്റ്. ആത്മാവ് ദുർബലമാകുമ്പോൾ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. മാത്രമല്ല, എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ നോർമലാണെന്നും നമ്മൾ വിശ്വസിക്കാനും തുടങ്ങുന്നു.
ആവശ്യങ്ങളുടെ ലിസ്റ്റ് വളരെ വളരെ നീണ്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾ എത്രത്തോളം വർദ്ധിക്കുന്നുവോ ആത്മാവിൻ്റെ ശക്തി അത്രയധികം കുറയുകയാണ് ചെയ്യുന്നത്. ദിവസവും ആത്മീയമായ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുകയും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായി കാണാനാവുന്ന ഒരു മാറ്റം, അഥവാ നമ്മളിൽ പ്രകടമാകുന്ന ഒരു ശക്തി നമ്മുടെ പ്രതീക്ഷകൾ കുറയുന്നു എന്നാണ്. ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവരിൽ വയ്ക്കുന്ന എക്സ്പെക്റ്റേഷൻസ് കുറയുന്നു. ഒപ്പം അംഗീകരിക്കാനുള്ള ശക്തി വർദ്ധിക്കുന്നു. അംഗീകരിക്കാനുള്ള ശക്തി അഥവാ ഉൾക്കൊള്ളാനുള്ള ശക്തി എന്നാൽ എന്താണ് അർത്ഥം? ഇതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. എന്തെന്നാൽ പലപ്പോഴും അംഗീകരിക്കുക എന്നാൽ ആരോടും ഒന്നും പറയണ്ട, എല്ലാവരെയും അവരെങ്ങനെയാണോ അതുപോലെ തന്നെ സ്വീകരിക്കുക. കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നടന്നോട്ടെ. ആളുകൾ എന്തു ചെയ്യുന്നു അവരത് ചെയ്തോട്ടെ എന്ന രീതിയിലും നമ്മൾ ഈ ഒരു ശക്തിയെ കാണാറുണ്ട്. ഇങ്ങനെ കാര്യങ്ങളെ കാണുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വീടോ ഓഫീസോ ഒന്നും ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ ഈ ലോകത്ത് പോലും ഇങ്ങനെ ഒരു മനോഭാവത്തോടെ ഒരു കാര്യവും നടക്കാറില്ല. ഉൾക്കൊള്ളാനുള്ള ശക്തി എന്നാൽ എന്താണ് അർത്ഥം? സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, ആളുകളുടെ സ്വഭാവ സംസ്കാരങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങളാണ്. ആ സാഹചര്യവും ആ ആളുകളും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമുക്ക് അവയെ ശരിയാക്കിയെടുക്കുക തന്നെ വേണം. എന്നാൽ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ശരിയാക്കാനായി നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഒന്നും ചിന്തിക്കാതിരിക്കുക. അവയെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ആ പ്രശ്നത്തെ പുറമേ തന്നെ നിൽക്കാൻ അനുവദിക്കുക. പ്രശ്നത്തെ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടെത്തിക്കരുത്. എന്തെന്നാൽ നമ്മൾ ആ പ്രശ്നത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്ത്, എങ്ങനെ, ഇനി എങ്ങനെ എന്നിങ്ങനെ നമ്മൾ ധാരാളം നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. എന്തെന്നാൽ ആ സാഹചര്യമോ ആ വ്യക്തിയോ നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷൻസ് അവരിലേക്ക് എത്താൻ തുടങ്ങുന്നു. ആദ്യം നമ്മൾ മനസ്സിൽ ചിന്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. അവയുടെ വൈബ്രേഷൻസ് അവരിലേക്ക് എത്തുന്നു. അപ്പോൾ ആ പ്രശ്നമോ ആ പെരുമാറ്റമോ മുൻപ് എങ്ങനെയായിരുന്നുവോ ഉണ്ടായിരുന്നത്, അത് ആ അവസ്ഥയിൽ തന്നെ നിൽക്കില്ല. അത് വർദ്ധിക്കാൻ തുടങ്ങുന്നു. ഇറ്റ് ഇൻക്രീസസ്. അങ്ങനെ ആ പ്രശ്നത്തെ വലുതാക്കാനുള്ള ഒരു കാരണമായി നമ്മൾ മാറുന്നു. അതുപോലെ തന്നെ മറുഭാഗത്തുള്ളയാളുടെ അതേ പെരുമാറ്റം കൂടുതലും വർദ്ധിക്കാനും കാരണമാകുന്നു. എന്നാൽ നമ്മൾ സാഹചര്യത്തെയും ആളുകളെയും അതേപടി ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേബിളായി ഇരിക്കുന്നു. ഈ വ്യക്തി, ഈ സാഹചര്യം ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അവരെ അംഗീകരിച്ചതിന് ശേഷം അടുത്ത നിമിഷം ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രശ്നത്തെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്. പ്രശ്നത്തെക്കുറിച്ച് എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊന്നും ചിന്തിക്കരുത്. മറിച്ച് ഇനി എന്ത് ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത്. പ്രശ്നത്തെക്കുറിച്ചല്ല, പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. പ്രോബ്ലത്തെക്കുറിച്ചല്ല, സൊല്യൂഷനെക്കുറിച്ച് ചിന്തിക്കണം. സാഹചര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് സാഹചര്യം. ഇത് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി എന്ത് ചെയ്യാനാവും എന്നാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കേണ്ടത്. ചില കാര്യങ്ങളെ നമുക്ക് മാറ്റാനാവും, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. എന്നാൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കാറുണ്ട്. ഉദാഹരണത്തിന്, കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ശരീരം ഉപേക്ഷിക്കുന്നു. വീട്ടിൽ ഒരു മരണം നടക്കുകയാണ്. ഇതിന് നമുക്കൊരു പരിഹാരവും കണ്ടെത്താൻ കഴിയില്ല. ഇത് ജീവിതത്തിലെ വളരെ വലിയ കാര്യമാണ്. എന്നാൽ ആ പരിതസ്ഥിതിയിലും നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നാണ് നോക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ തെറ്റായ രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മുടെ വളരെയധികം എനർജി ഇല്ലാതായി മാറുകയാണ് ചെയ്യുക. നമ്മുടെ മാത്രമല്ല,
നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെയും ഇത് ബാധിക്കും. അതുകൂടാതെ ശരീരം ഉപേക്ഷിച്ചു പോയ ആ ആത്മാവിനും നമ്മൾ നെഗറ്റീവ് എനർജി തന്നെയാണ് അയക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്രയധികം ആവശ്യമാണ് എന്ന് പറയുന്നത്. ഉൾക്കൊള്ളാനുള്ള ശക്തി അഥവാ കാര്യങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, അവയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ഒപ്പം അതേക്കുറിച്ച് അവിടെയും ഇവിടെയും പറഞ്ഞ് നടക്കാതെയും ഇരിക്കുക. Accepted and now work on it. സാഹചര്യങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ സന്തുഷ്ടത അനുഭവിക്കുന്നു. ഇന്ന് നമ്മൾ ഒന്ന് സ്വയം ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാമുണ്ട്. ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. വീട്ടിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം പെർഫെക്റ്റായി കിട്ടിയിട്ട് പോലും നമ്മളിൽ ഭൂരിഭാഗം പേരും ആന്തരികമായ ശൂന്യത അനുഭവിക്കുന്നു. ഉള്ളിൽ ആകപ്പാടെ ഒരു ശൂന്യതയാണ് ഉള്ളത് എന്ന് പലരും പറയുന്നത് കേൾക്കാം. ആ സംതൃപ്തി എവിടെ നിന്നാണ് വരിക? പുറമേയുള്ള കാര്യങ്ങൾ എത്ര പെർഫെക്റ്റ് ആണ് എന്നതിനനുസരിച്ചല്ല നമ്മുടെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും ആത്മാവിൻ്റെ ശക്തികൾ കുറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലും സംതൃപ്തി അനുഭവിക്കാൻ കഴിയുകയില്ല. ഇതിന് പകരം ജീവിതത്തിൽ ഒന്നും പെർഫെക്റ്റ് അല്ലെങ്കിലും ആത്മാവ് വളരെ ശക്തിശാലിയായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം തൃപ്തി അനുഭവിക്കാൻ കഴിയും. യു ആർ എ കണ്ടന്റഡ് സോൾ. ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ സന്തോഷി മാതാവിനെ ആരാധിക്കുന്നത്. സന്തുഷ്ടതയുടെ ദേവിയാണ് സന്തോഷി മാത. ഉൾക്കൊള്ളാനുള്ള ശക്തിയുള്ള ഇടത്ത് സംതൃപ്തി എന്തായാലും ഉണ്ടാകും. എന്തെന്നാൽ താങ്കൾ ഒരു കാര്യത്തിലും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. യു ആർ കണ്ടന്റ് വിത്ത് ഇറ്റ്. ഏതെങ്കിലും വ്യക്തികളുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾ മനസ്സിൽ ഉയർത്തുന്നില്ല. താങ്കൾ അവരോടൊപ്പം സന്തുഷ്ടമായി ഇരിക്കുന്നു. ഒപ്പം താങ്കൾക്ക് അവനവനെക്കുറിച്ചും സന്തുഷ്ടതയാണ് ഉള്ളത്. പലപ്പോഴും നമ്മൾ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സന്തുഷ്ടത അനുഭവിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അവനവനിൽ സന്തുഷ്ടരാകാറില്ല. സംതൃപ്തി എന്നാൽ ഇനി മുന്നോട്ട് പോകേണ്ട, ഉയർച്ച ഇനി ആവശ്യമില്ല എന്നല്ല അർത്ഥം. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ പക്കൽ എന്താണോ ഉള്ളത്, നമ്മുടെ ഒപ്പം ആരാണോ ഉള്ളത്, അതിൽ നമ്മൾ സന്തുഷ്ടരായി ഇരിക്കുന്നു. ഇനി അടുത്ത നിമിഷം നമ്മൾ കൂടുതൽ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കാനും തുടങ്ങുന്നു. സന്തോഷി മാതാവിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അരി കാണിക്കുന്നുണ്ട്. ഏത് ആത്മാവാണോ സന്തുഷ്ടമായി ഇരിക്കുന്നത്, ഉൾക്കൊള്ളാനുള്ള ശക്തി ആരിലാണോ ഉള്ളത്, അവർ വേറെ വേറെയായി നിൽക്കുന്ന അരിമണികളെ പോലും ഒന്നിച്ചു ചേർത്ത് വെക്കുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഓരോ അരിമണികളും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോ ആളുകളും വ്യത്യസ്തരാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളവരാണ്. എന്നാലും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നു. എന്തെന്നാൽ സന്തോഷി മാത അഥവാ അംഗീകരിക്കാനുള്ള ശക്തി അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന അരിമണികൾ നമുക്ക് പോഷണവും നൽകുന്നു. അതാണ് നമ്മുടെ ഉള്ളിലെ ഭക്ഷണം. അതുകൊണ്ടാണ് നമ്മുടെ തന്നെ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്ക് തന്നെ പോഷണം നൽകുന്നു എന്ന് പറയുന്നത്. എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നു. നമുക്ക് ലഭിക്കുന്ന ആ പരിപോഷണം നമ്മൾ മറ്റെല്ലാവർക്കും നൽകുന്നു. ഇനിയുള്ള അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇതൊരു ഹോംവർക്കായി എടുക്കാം. സാഹചര്യങ്ങൾ വരും, ആളുകൾ പലതരത്തിൽ പെരുമാറും. നമുക്ക് പരിഹാരങ്ങൾ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒപ്പം ചില കാര്യങ്ങളെ ശരിയാക്കുകയും വേണം. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിനായി ആദ്യം നമ്മുടെ മനസ്സ് നിശബ്ദമാക്കി വെക്കണം. വിച്ച് മീൻസ് accept as it is and now ready to change. അതിനാൽ അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തിയെ പരിപൂർണമായി ഉപയോഗിക്കുക. ഞാൻ ആത്മാവ് ശക്തി സ്വരൂപമാണ്. ഞാൻ ആത്മാവ് സന്തോഷി മാതാവിനെ പോലെ സന്തുഷ്ടത നിറഞ്ഞ ആത്മാവാണ്. ഈ എഫർമേഷൻ അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് സ്വീകരിക്കുക. ഓം ശാന്തി.